ഉം, ഉം. നമ്മളിനി പ്രസൻറ്റ് വാല്യൂ മോഡലല്ലേ നോക്കണം. അപ്പോൾ ഇക്കണോമിക് ഓർ പ്രസൻറ്റ് വാല്യൂ മോഡൽ എന്ന് പറഞ്ഞു ഇന്നലത്തെ ക്ലാസ്സിൽ. ആ മോഡലിൽ പറയുന്നത് പ്രസൻറ്റ് വാല്യൂ ആണ്, ഡിസ്കൗണ്ട് ചെയ്യുക, ഫ്യൂച്ചർ ഏർണിങ്സ് ഡിസ്കൗണ്ട് ചെയ്യുന്നത് നമ്മൾ പ്രസൻറ്റ് വാല്യൂവിൻ്റെ ബേസിലാണ് കണ്ടുപിടിക്കുന്നത്. അതിൽ ഒരു മോഡലാണ് PV ഓഫ് ഫ്യൂച്ചർ ഏർണിങ്സ് ഓർ ലവ് ആൻഡ് ഷ്നേഴ്സ് മോഡൽ എന്ന് പറയും. പേര് വായിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഈ മോഡലിൽ ഫ്യൂച്ചർ ഏർണിങ്സിൻ്റെ പ്രസൻറ്റ് വാല്യൂ അതിൽ പറയുന്നത് ഫ്യൂച്ചർ ഏർണിങ്സ് ഓഫ് എംപ്ലോയീസ് ടിൽ റിട്ടയർമെൻറ്റ് വരെ എംപ്ലോയീസിൻ്റെ ഫ്യൂച്ചർ ഏർണിങ്സ് എസ്റ്റിമേറ്റ് ചെയ്യും. എന്നിട്ട് കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിൻ്റെ ഈക്വലാവുന്ന തരത്തിൽ അത് ഡിസ്കൗണ്ട് ചെയ്യും. എങ്ങനെ എന്ത് എന്നുള്ള ചോദ്യങ്ങളൊന്നുമില്ല, എങ്ങനെ എന്നുള്ളത് പറയണമില്ല, നമുക്കതിൻ്റെ കമ്പ്യൂട്ടേഷൻ തരുന്നില്ല. ഒരു ആളുടെ റിട്ടയർമെൻറ്റ് വരെയുള്ള ഫ്യൂച്ചർ ഏർണിങ്സ് എസ്റ്റിമേറ്റ് ചെയ്തിട്ട് അത് ഡിസ്കൗണ്ട് ചെയ്യുകയാണ്, അത്രേ ചെയ്യണുള്ളൂ. ദെൻ അതിൽ ഇത് അറ്റംപ്റ്റ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ പ്രസൻറ്റ് വാല്യൂ, ഫ്യൂച്ചർ ഏർണിങ്സിൻ്റെ പ്രസൻറ്റ് വാല്യൂ കമ്പ്യൂട്ട് ചെയ്യാനാണ്. റിട്ടയർമെൻറ്റ് ഏജ് വരെ അയാളുടെ എംപ്ലോയിയുടെ ഏർണിങ്സിൻ്റെ പ്രസൻറ്റ് വാല്യൂ കണ്ടുപിടിക്കാൻ ശ്രമിക്കുകയാണ്. ദെൻ ലേബർ ഫോഴ്സിനെ ഹോമോജീനിയസ് ഗ്രൂപ്പ്സ് ആക്കിയിട്ട് തിരിക്കും. ആദ്യം സ്കിൽഡ്, അൺസ്കിൽഡ്, ടെക്നിക്കൽ, മാനേജീരിയൽ, അങ്ങനെ പല ഡിഫറെൻറ്റ് ക്ലാസ്സായിട്ട് ഡിഫറെൻറ്റ് ഏജ് ഗ്രൂപ്പായിട്ട് ആദ്യം ക്ലാസിഫൈ ചെയ്യും, കാറ്റഗറൈസ് ചെയ്യും. എന്നിട്ട് ഈ ക്ലാസ്സിൻ്റെ അല്ലെങ്കിൽ ഈ ഏജ് ഗ്രൂപ്പിൻ്റെ ആവറേജ് ഏർണിങ്സ് പ്രിപ്പയർ ചെയ്യും. ഈ ഗ്രൂപ്പിൻ്റെ ആവറേജ് ഏർണിങ്സ് പ്രിപ്പയർ ചെയ്യും. എന്നിട്ട് ഇതിൻ്റെ പ്രസൻറ്റ് വാല്യൂ കമ്പ്യൂട്ട് ചെയ്യും. അപ്പോൾ ആദ്യം ഓരോ ഗ്രൂപ്പായിട്ട് ക്ലാസിഫൈ ചെയ്യും. എന്നിട്ട് അതിൻ്റെ ആവറേജ് ഏർണിങ്സ് കണ്ടുപിടിച്ചിട്ട് ഹ്യൂമൻ ക്യാപിറ്റലിൻ്റെ പ്രസൻറ്റ് വാല്യൂ കണ്ടുപിടിക്കും. എന്നിട്ട് ഈ ഓരോ ഗ്രൂപ്പിൻ്റെയും പ്രസൻറ്റ് വാല്യൂ അതിൻ്റെ അഗ്രഗേറ്റ് എന്ത് ചെയ്യും, അതാണ് ഫ്യൂച്ചർ ഏർണിങ്സിൻ്റെ ഫ്യൂച്ചർ ഏർണിങ്സിൻ്റെ ക്യാപിറ്റലൈസ് ചെയ്തിട്ടുള്ള വാല്യൂ. The aggregate present value of different groups represents capitalized future earnings of firm. അതായത് ഫേമിൻ്റെ ഫ്യൂച്ചർ ഏർണിങ്സ് ക്യാപിറ്റലൈസ് ചെയ്ത ഫേമാണ് ആ പ്രസൻറ്റ് വാല്യൂ എന്ന് വെച്ചാൽ നമ്മളത് എസ്റ്റിമേറ്റ് ചെയ്ത് അതിൻ്റെ പ്രസൻറ്റ് വാല്യൂ കണ്ടുപിടിച്ചാൽ അതിൻ്റെ ടോട്ടലാണ് നമ്മുടെ ഫേമിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്. ദെൻ അതിൽ അവർ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ റേറ്റ് അത് വെച്ചിട്ടാണ് ഈ ഫ്യൂച്ചർ ഏർണിങ്സ് പ്രസൻറ്റ് വാല്യൂ ഓഫ് ഫ്യൂച്ചർ ഏർണിങ്സ് ക്യാപിറ്റലൈസ് ചെയ്യുന്നത്. കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിൻ്റെ റേറ്റ്, അതായത് എംപ്ലോയിൻ്റെ റേറ്റ് വെച്ചിട്ടാണ് പ്രസൻറ്റ് വാല്യൂ ഓഫ് ഫ്യൂച്ചർ ഏർണിങ്സ് കമ്പ്യൂട്ട് ചെയ്യണതെന്ന്. പിന്നെ അതിൻ്റെ ഇക്വേഷൻ തന്നിട്ടുണ്ട്. വാല്യൂ ഓഫ് ഹ്യൂമൻ ക്യാപിറ്റൽ റെപ്രസെൻറ്റഡ് ബൈ എ പേഴ്സൺ ഓഫ് ഏജ്. അതിൽ പറയുന്നത് ഒരു ഇക്വേഷൻ ഉണ്ട്, VR = TE × T. ദെൻ അതിൽ VR എന്ന് പറയുന്നത് R × 1 + R T - R. കാര്യമില്ല, ഇക്വേഷൻ കാര്യമായിട്ട് പഠിക്കണമെന്നില്ല, കാരണം വെച്ചാൽ നമ്മൾ പ്രോബ്ലം ഒന്നും ചെയ്യാൻ പോകുന്നില്ല, ജസ്റ്റ് അറിയാൻ വേണ്ടിയിട്ടുള്ളതാണ്. അത് ഞാനിതിൽ നോട്ട് ചെയ്യാനും മറന്നുപോയി. VRH എന്ന് വെച്ചാൽ ക്യാപിറ്റൽ വാല്യൂ ആണ്, ഹ്യൂമൻ ക്യാപിറ്റൽ വാല്യൂ ആണ് ഒരു പേഴ്സൻ്റെ 6 years of old. 6 വയസ്സല്ല, 6 എന്ന് വെച്ചാൽ സ്മോൾ ലെറ്റർ 6 എന്ന് പറഞ്ഞാൽ ഇയേഴ്സ് ഓഫ് ഓൾഡ് ആണ് അയാളുടെ വയസ്സ്. ദെൻ വാല്യൂ എന്ന് വെച്ചാൽ എംപ്ലോയീസിൻ്റെ വാല്യൂ, ഹ്യൂമൻ ക്യാപിറ്റലിൻ്റെ വാല്യൂ. ദെൻ TET എന്ന് പറയുന്നത് ആനുവൽ ഏർണിങ്സ് ആണ്, റിട്ടയർമെൻറ്റ് വരെയുള്ള ആനുവൽ ഏർണിങ്സ്. ദെൻ R ഡിസ്കൗണ്ട് റേറ്റ്, T റിട്ടയർമെൻറ്റ് ഏജ് എന്ന് വെച്ചാൽ ഒരാളുടെ ഒരു X ഏജ് ഉള്ള ഒരാളുടെ ക്യാപിറ്റൽ വാല്യൂ ഇൻറ്റു ദെൻ അയാളുടെ റിട്ടയർമെൻറ്റ് വരെയുള്ള അയാളുടെ ഏർണിങ്സ്, അതിന് ഡിസ്കൗണ്ട് റേറ്റ് ഇൻറ്റു കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഇൻറ്റു റിട്ടയർമെൻറ്റ് ഏജ്. അത് ഞാൻ ഇതിൽ നോട്ട് ചെയ്യാൻ മറന്നുപോയി. ടെക്സ്റ്റിലൊന്ന് ആ ഇക്വേഷനൊന്ന് ഓർത്ത് വയ്ക്കുക, കാര്യമില്ല, എന്നാലും ഒന്ന് അറിഞ്ഞു വയ്ക്കാമെന്ന് മാത്രം. അപ്പോൾ ഇതാണ് പ്രസൻറ്റ് വാല്യൂ ഓഫ് ഫ്യൂച്ചർ ഏർണിങ്സ്. ഒരാളുടെ ലൈഫ് ടൈം വർക്ക് അല്ലെങ്കിൽ റിട്ടയർമെൻറ്റ് വരെയുള്ള അയാളുടെ ഏർണിങ്സ് എന്ത് ചെയ്യും, നമ്മൾ പല കാറ്റഗറിയാക്കി തിരിച്ചിട്ട് അത് കണ്ടുപിടിക്കും, അതിൻ്റെ പ്രസൻറ്റ് വാല്യൂ കണ്ടുപിടിക്കും. എന്നിട്ട് അതിൻ്റെ സമ്മാണ് ഫേമിൻ്റെ ഹ്യൂമൻ ക്യാപിറ്റലിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മെത്തേഡാണത്. ഓക്കെ. ദെൻ അടുത്തത് ഹെർമാൻസൺ മോഡൽ, ഹെർമാൻസൺ മോഡൽ. അതിൽ പറയുന്നത് പ്രസൻറ്റ് വാല്യൂ ഓഫ് ഫ്യൂച്ചർ വേജസ് ആൻഡ് സാലറീസ് അത് കണ്ടുപിടിക്കും. 5 വർഷത്തെ അക്കൗണ്ടിങ് റേറ്റിൻ്റെ സഹായത്തോട് കൂടിയിട്ട് 5 വർഷത്തെ
ഈ വേജസിൻ്റെയും സാലറീസിൻ്റെയും പ്രസൻറ്റ് വാല്യൂ ഫ്യൂച്ചർ 5 വർഷത്തെ പ്രസൻറ്റ് വാല്യൂ കണ്ടുപിടിക്കും. എന്നിട്ട് അത് ആവറേജ് എഫിഷ്യൻസി റേഷ്യോ വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യും. ആവറേജ് എഫിഷ്യൻസി റേഷ്യോ വെച്ചിട്ട് അത് മൾട്ടിപ്ലൈ ചെയ്യും. എന്നുവെച്ചാൽ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാവാം, ഒരു വെയ്റ്റഡ് ആവറേജ് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ വെയ്റ്റഡ് ആവറേജ് എടുത്തിട്ട് ഇൻഡസ്ട്രിയുടെ അല്ലെങ്കിൽ ഫേമിൻ്റെ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് എടുത്തിട്ട് കണ്ടുപിടിക്കാവാം. അതൊന്നും നമ്മൾ നോക്കേണ്ട കാര്യമില്ല. ഇത്രയേ ഉള്ളൂ. 5 വർഷത്തെ പ്രസൻറ്റ് വാല്യൂ ഫ്യൂച്ചർ വേജസിൻ്റെ പ്രസൻറ്റ് വാല്യൂ കണ്ടുപിടിക്കും. ഈ ഹെർമൻസൺ മോഡലിൽ അതാണ്. എങ്ങനെ ചെയ്യണമെന്ന് നമ്മൾ പഠിക്കേണ്ട, ആ മോഡൽ ഉണ്ടെന്നുള്ളത് മാത്രം മനസ്സിലാക്കുക. കാരണം ഡീപ്പായിട്ട് നമുക്ക് അതിൽ പോകാനുമില്ല. അപ്പോൾ 5 വർഷത്തെ ഈ എംപ്ലോയീസിൻ്റെ വേജസും സാലറീസിൻ്റെയും ഫ്യൂച്ചർ വേജസിൻ്റെ സാലറീസിൻ്റെ പ്രസൻറ്റ് വാല്യൂ കണ്ടുപിടിക്കുക. എന്നിട്ട് അത് എഫിഷ്യൻസി റേഷ്യോ, ആ എംപ്ലോയീസിൻ്റെ എഫിഷ്യൻസി റേഷ്യോ വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഇതാണ് ഹെർമാൻസൺ മോഡൽ പറയുന്നത്. then അടുത്തത് റിവാർഡ്സ് ഇവാലുവേഷൻ മോഡലുണ്ട്. അതിൽ പറയുന്നത് ഹ്യൂമൻ അസറ്റ്സ് വാല്യൂ ചെയ്യുന്നത് അവരുടെ പീരീഡിൽ, അതായത് അവരുടെ ലൈഫ് ടൈം, അവരുടെ എംപ്ലോയ്മെൻറ്റിൻ്റെ പീരീഡിൽ, ജീവിതാവസാനം വരെയുള്ള, അവസാനം മീൻസ് റിട്ടയർമെൻറ്റ് വരെയുള്ള അയാളുടെ പീരീഡിൽ അയാളുടെ വെർത്ത് എന്താണ്, പ്രസൻറ്റ് വെർത്ത് എന്താണെന്നുള്ളതിൻ്റെ ബേസിലാണ്. അത് വെർത്ത് മെഷർ ചെയ്യുക എങ്ങനെയാണ്, ഒരാളെ ഇവാലുവേറ്റ് ചെയ്യാണ്. റാങ്കിങ് ആവാം, അല്ലെങ്കിൽ സൂപ്പർവൈസേഴ്സ് ഒബ്സേർവ് ചെയ്തിട്ടാവാം, അല്ലെങ്കിൽ സബോർഡിനേറ്റ്സ് അല്ലെങ്കിൽ എക്സ്പേർട്സ് അത് ഒബ്സേർവ് ചെയ്തിട്ടാവാം ആ വാല്യൂ അല്ലെങ്കിൽ അയാളുടെ വെർത്ത് കണ്ടുപിടിക്കുന്നത്. അത് ആ വാല്യൂ അല്ലെങ്കിൽ വെർത്ത് അയാളുടെ പൊസിഷൻ്റെ ബേസിലാണ്. ആ പൊസിഷൻ വെച്ചാൽ ഏത് പൊസിഷനിലാണ് അയാൾ എംപ്ലോയ്മെൻറ്റിൽ ഇരിക്കുന്നത്, ആ പൊസിഷനിലിരിക്കുന്നത്, ആ പൊസിഷൻ്റെ ബേസിലാണ് ആ വെർത്ത് മെഷർ ചെയ്യുക. അപ്പോൾ അതിൽ 5 സ്റ്റെപ്പ് അപ്രോച്ച് പറയുന്നുണ്ട്. ആദ്യത്തെ സ്റ്റെപ്പിൽ പറയുന്നത് ഫോർകാസ്റ്റിംഗ് പീരീഡ്, അയാൾ എത്രത്തോളം അയാളുടെ സർവീസ് ഉണ്ടാവും എന്നുള്ളത് ഫോർകാസ്റ്റ് ചെയ്യുക. എന്നിട്ട് അയാളുടെ റോള് അല്ലെങ്കിൽ അയാളുടെ പൊസിഷൻ അത് ഐഡൻറ്റിഫൈ ചെയ്യുക. ദെൻ മൂന്നാമത് പറയുന്നത് എസ്റ്റിമേറ്റഡ് വാല്യൂ ഡിറൈവ്ഡ് ബൈ ഓർഗനൈസേഷൻ, അതായത് അയാൾ ആ പ്രത്യേക പൊസിഷനിൽ ഇരുന്നുകൊണ്ട് അയാൾ ഓർഗനൈസേഷനിൽ എത്രത്തോളം വാല്യൂ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. ദെൻ ഫ്യൂച്ചറിൽ ഒരു ഫ്യൂച്ചർ ടൈമിൽ 2 പേർക്കും മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള തരത്തിൽ 2 പേർക്കും എത്രത്തോളം അതിൽ നിന്ന് എന്തുണ്ടാവും, ബെനിഫിറ്റ് ഉണ്ടാവും എന്നുള്ളത് എസ്റ്റിമേറ്റ് ചെയ്യുക, ആ പ്രോബബിലിറ്റി എസ്റ്റിമേറ്റ് ചെയ്യുക. ദെൻ ലാസ്റ്റ് വൺ ഡിസ്കൗണ്ട് ചെയ്യാണ്, വാല്യൂ ഡിസ്കൗണ്ട് ചെയ്യുക. പ്രീ ഡിറ്റർമിൻഡ് റേറ്റിൽ പ്രസൻറ്റ് വാല്യൂവിൻ്റെ ബേസിൽ ഹ്യൂമൻ റിസോഴ്സസിൻ്റെ വാല്യൂ എന്ത് ചെയ്യുക, ഡിസ്കൗണ്ട് ചെയ്യുക. അപ്പോൾ അത് മറ്റേ മോഡലിൻ്റെ ലെവ് ആൻഡ് സ്ട്രാസ് മോഡലിൻ്റെ എന്താണ് എക്സ്പാൻഷനാണ് അല്ലെങ്കിൽ ഇമ്പ്രൂവ്മെൻ്റ് ആയിട്ടാണ് പറയണത്. അപ്പോൾ അതിൽ നമ്മൾ 5 സ്റ്റെപ്പിലൂടെ അവരെ എംപ്ലോയീസിനെ ഇവാലുവേറ്റ് ചെയ്യണം അല്ലെങ്കിൽ റാങ്ക് ചെയ്യണം. അതാണ് റിവാർഡ് ഇവാലുവേഷൻ മോഡലിൽ പറയുന്നത്. ഇതിനൊന്ന് പറയുന്നത് മോഴ്സ് മോഡൽ. അതിൽ പറയുന്നത് HR-ൻ്റെ വാല്യൂ ഒരു എൻ്റർപ്രൈസിന് അയാളെ എംപ്ലോയീസിനെ സർവീസിൽ എൻ്റർ ചെയ്തത് മുതൽ ഒരു എൻ്റർപ്രൈസിന് അല്ലെങ്കിൽ സ്ഥാപനത്തിന് കിട്ടുന്ന ബെനിഫിറ്റ് അതിൻ്റെ പ്രസൻറ്റ് വാല്യൂ ഈക്വലൻ്റ് ആയിട്ടുള്ളതാണ് ഹ്യൂമൻ റിസോഴ്സിൻ്റെ വാല്യൂ. എന്ന് വെച്ചാൽ ഒരു എംപ്ലോയി സ്ഥാപനത്തിന് വേണ്ടി എത്രത്തോളം കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ആ ബെനിഫിറ്റ് എത്രത്തോളം സ്ഥാപനത്തിന് ഉണ്ടാവുന്നുണ്ട്, അതിൻ്റെ പ്രസൻറ്റ് വാല്യൂവിന് ഈക്വലൻ്റ് ആണ് ഹ്യൂമൻ റിസോഴ്സിൻ്റെ വാല്യൂ. അതിലും ഒരു 5 സ്റ്റെപ്പ് ഉണ്ട്. ഗ്രോസ് വാല്യൂ കണ്ടുപിടിക്കണം എന്ന് വെച്ചാൽ ഫ്യൂച്ചറിൽ എംപ്ലോയി അയാളുടെ കളക്റ്റീവ് കപ്പാസിറ്റിയിൽ ഉണ്ടാക്കുന്ന ഒരു ബെനിഫിറ്റ് അല്ലെങ്കിൽ ഗ്രോസ് വാല്യൂ ഓഫ് സർവീസ് കണ്ടുപിടിക്കുക. ദെൻ വാല്യൂ ഓഫ് ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് ഫ്യൂച്ചർ പേയ്മെൻറ്റ് കണ്ടുപിടിക്കുക. എംപ്ലോയീസിന് കൊടുക്കുന്ന പേയ്മെൻറ്റിൻ്റെ വാല്യൂ ഇപ്പോഴത്തെയും ഫ്യൂച്ചറിൻ്റെയും വാല്യൂ കണ്ടുപിടിക്കുക. ദെൻ എക്സസ് ഓഫ് വാല്യൂ ആദ്യത്തെയും രണ്ടാമത്തെയും തമ്മിൽ ഡിഫറൻസ് കണ്ടുപിടിച്ചിട്ട് അതാണ് നെറ്റ് ബെനിഫിറ്റ് ടു എൻ്റർപ്രൈസ്. അതായത് എൻ്റർപ്രൈസിന് എത്ര ബെനിഫിറ്റ് ഉണ്ടാവുമെന്ന് കണ്ടുപിടിക്കുക, എംപ്ലോയീസിന് എത്ര പേയ്മെൻറ്റ് കൊടുക്കേണ്ടതെന്ന് കണ്ടുപിടിക്കുക. അതിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നതാണ് നെറ്റ് ബെനിഫിറ്റ്. എന്നിട്ട് ഡിസ്കൗണ്ടിങ് റേറ്റ് അപ്ലൈ ചെയ്തുകൊണ്ട് പ്രസൻറ്റ് വാല്യൂ കണ്ടുപിടിക്കുക. ഓക്കെ, അപ്പോൾ അതാണ് ഈ മോൾസിൻ്റെ സ്റ്റെപ്പുകൾ പറയണത്. അപ്പോൾ ഇങ്ങോട്ട് കിട്ടുന്നതും അങ്ങോട്ട് കൊടുക്കുന്നതും ഡിഫറൻസ് എടുത്തിട്ട് അതിൻ്റെ പ്രസൻറ്റ് വാല്യൂ കണ്ടുപിടിക്കുക. അതാണ് മോൾസിൻ്റെ മെത്തേഡ്. ഇതിനടുത്തത് സെർട്ടനിറ്റി ഈക്വലൻ്റ് നെറ്റ് ബെനിഫിറ്റ് മോഡലാണ്. സെർട്ടനിറ്റി ഈക്വലൻ്റ് അതിൽ പറയുന്നത് നെറ്റ് ബെനിഫിറ്റ് അപ്രോച്ചിൻ്റെ
ഒരു എക്സ്റ്റൻഷനാണ്. വാല്യൂ കണ്ടുപിടിക്കുന്നത് ടേക്കിംഗ് ഇൻ ടു കൺസിഡറേഷൻ ദ സെർട്ടനിറ്റി വിത്ത് വിച്ച് നെറ്റ് ബെനിഫിറ്റ്സ് ഇൻ ഫ്യൂച്ചർ വിൽ അക്രൂ ടു ദ എൻ്റർപ്രൈസ്. എത്രത്തോളം നമ്മളുടെ ഈ നെറ്റ് ബെനിഫിറ്റ് ഫ്യൂച്ചറിൽ എൻ്റർപ്രൈസിന് കണ്ടിന്യൂ ആയിട്ട് ഉണ്ടാവും, അല്ലെങ്കിൽ എത്രത്തോളം സെർട്ടൺ ആണ്, എത്ര ഡെഫിനിറ്റ് ആണ് അല്ലെങ്കിൽ സെർട്ടൺ ആണ് ഫ്യൂച്ചറിൽ നമ്മളെ ബെനിഫിറ്റ് ഉണ്ടാവും എന്നുള്ളത്. അതിൻ്റെ ബേസിലാണ് സെർട്ടനിറ്റി ഈക്വലൻ്റ് എന്ന് വെച്ചാൽ. അത് സെർട്ടൺ ആണോ അല്ലയോ എന്നുള്ളത്, ഫ്യൂച്ചറിൽ നമുക്ക് ഈ ബെനിഫിറ്റ് കിട്ടുമോ ഇല്ലയോ, അത് സെർട്ടൺ ആണോ അല്ലയോ എന്നുള്ളതാണ് ഇതിൽ മെഷർ ചെയ്യുന്നത്. അതിലെ സ്റ്റെപ്പ് നെറ്റ് ബെനിഫിറ്റ് കണ്ടുപിടിക്കും. ഓരോ എംപ്ലോയിയുടെയും നെറ്റ് ബെനിഫിറ്റ് കണ്ടുപിടിക്കുക. എങ്ങനെ ബെനിഫിറ്റ് കണ്ടുപിടിക്കുക? അവർ നേരത്തെ പറഞ്ഞ ആ 5 സ്റ്റെപ്പുകൾ അതുപോലെ തന്നെ ബെനിഫിറ്റ് കണ്ടുപിടിച്ചു. എന്നിട്ട് സെർട്ടനിറ്റി ഫാക്ടർ വെച്ചിട്ട്, സെർട്ടനിറ്റി ഫാക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്യൂച്ചറിൽ അത് നമുക്ക് അവൈലബിൾ ആണല്ലോ എന്നുള്ള ആ ഫാക്ടർ കണ്ടുപിടിക്കുക. ദെൻ അത് കാൽക്കുലേറ്റ് ചെയ്യുക, മൾട്ടിപ്ലൈഡ് ബൈ സെർട്ടനിറ്റി ഫാക്ടറും നെറ്റ് ബെനിഫിറ്റും. നേരത്തെ കണ്ടുപിടിച്ച എംപ്ലോയിയുടെ നിന്ന് കിട്ടുന്ന നെറ്റ് ബെനിഫിറ്റും സെർട്ടനിറ്റി ഫാക്ടറും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. അതാണ് ഈ മോഡലിൽ പറയുന്നത്. എന്ത് മോഡലാണ്? സെർട്ടനിറ്റി മോഡലിൽ പറയുന്നത്. ദെൻ അടുത്തത് ചക്രവർത്തി മോഡലാണ്. ചക്രവർത്തി മോഡൽ പറയുന്നത് ഹ്യൂമൻ റിസോഴ്സിനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എംപ്ലോയീസിനെ 2 ഗ്രൂപ്പാക്കിയിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്, മാനേജറിയൽ ആൻഡ് നോൺ മാനേജറിയൽ ഗ്രൂപ്പ്. എന്നിട്ട് എംപ്ലോയീസിൻ്റെ ആവറേജ് ടേൺ ഓവർ മൾട്ടിപ്ലൈ ചെയ്യുന്നു. ആവറേജ് സാലറിയും ആവറേജ് ടേൺ ഓവറും കൂടിയിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ആവറേജ് സാലറി കൊണ്ട് വാല്യൂ, അങ്ങനെ കിട്ടുന്ന വാല്യൂ ഡിസ്കൗണ്ട് ചെയ്യും. ആഫ്റ്റർ ടാക്സ് കണ്ടുപിടിക്കും. എന്നിട്ട് എന്ത് കണ്ടുപിടിക്കും? ഒരു പീരീഡിലെ ആവറേജ് ടേൺ ഓവർ കണ്ടുപിടിക്കും. അപ്പോൾ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് ആഫ്റ്റർ ടാക്സ് കണ്ടുപിടിച്ചിട്ട് ഒരു പീരീഡിലെ ആവറേജ് ടേൺ ഓവർ കണ്ടുപിടിക്കും. അങ്ങനെയാണ് ഹ്യൂമൻ അസറ്റിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുന്നത്. ദെൻ അതിൽ ഹയറിങ്ങിൻ്റെ, റിക്രൂട്ട്മെൻറ്റിന്, സെലക്ഷൻ, ട്രെയിനിങ്, ഡെവലപ്മെൻറ്റ്, അതിൻ്റെ ഒക്കെ കോസ്റ്റ് കൺസിഡർ ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത് ചക്രവർത്തി മോഡലിൽ. അപ്പോൾ 2 ഗ്രൂപ്പായിട്ട് തിരിച്ചു. എന്നിട്ട് അവരുടെ ടേൺ ഓവർ സാലറിയും കൂടിയിട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആഫ്റ്റർ ടാക്സും കൂടി കണ്ട് അത് അതിൻ്റെ പ്രസൻറ്റ് വാല്യൂ കാണുകയാണ്. ദെൻ അടുത്ത മോഡലാണ് ദാസ്ഗുപ്ത മോഡൽ. ദാസ്ഗുപ്ത മോഡൽ പറയുന്നത് ടോട്ടൽ കോസ്റ്റ് കോൺസെപ്റ്റാണ്. ഇതിൽ പറയുന്നത് ടോട്ടൽ കോസ്റ്റ്, ഒരു ഇൻഡിവിജ്വലിന് വരുന്ന ടോട്ടൽ കോസ്റ്റ്, ഒരു ഓർഗനൈസേഷന് അയാളെ എന്താ പറയുക, ഒരാളെ ഒരു ഓർഗനൈസേഷനിലേക്ക്, ഒരു പൊസിഷനിലേക്ക് എംപ്ലോയ് ചെയ്യുന്നത് വരെയുള്ള അയാൾക്ക് വരുന്ന കോസ്റ്റ്. അതുപോലെ തന്നെ അയാളുടെ ഇൻ്റലിജൻസ് ലെവൽ, ഫ്യൂച്ചറിൽ അയാളുടെ ഇൻ്റലിജൻസ് ലെവൽ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യും. മീൻസ് അയാളുടെ എക്സ്പീരിയൻസ് വെച്ചിട്ട് അത് അഡ്ജസ്റ്റ് ചെയ്യുന്നതാണ് പറയണത്. എങ്ങനെയാണെന്നൊരു ക്ലാരിഫിക്കേഷൻ ഇല്ല, എന്നാലും ടോട്ടൽ കോസ്റ്റാണ് ഒരാളെ എംപ്ലോയ്മെൻറ്റിലേക്ക് കൊണ്ടുവരുന്ന തരത്തിൽ, അല്ലെങ്കിൽ എംപ്ലോയ്മെൻറ്റിൽ ഇരുത്തുന്നത് വരെ, അല്ലെങ്കിൽ എംപ്ലോയ്മെൻറ്റ് കൊടുക്കുന്നത് വരെയുള്ള എല്ലാ കോസ്റ്റും കണ്ടുപിടിക്കും. എന്നിട്ട് അയാളുടെ ഏജും എക്സ്പീരിയൻസും പെർഫോമൻസും ഒക്കെ വെച്ചിട്ട് അത് വാല്യൂ റിവൈസ് ചെയ്യും. ഏജും എക്സ്പീരിയൻസും കൂടുന്തോറും, നോളജ് കൂടുന്തോറും ഇതിൻ്റെ വാല്യൂ റിവൈസ് ചെയ്യും. അതാണ് ദാസ്ഗുപ്ത മോഡലിൽ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ മോഡൽസ് ഓഫ് പ്രസൻറ്റ് വാല്യൂവിൻ്റെ മോഡൽസ്. കുറച്ചധികം ആളുകളുടെ പേരുകളുണ്ട്, നമുക്ക് വായിൽ കൊള്ളാത്ത പേരുകളാണ്, മനസ്സിൽ ഓർത്ത് വയ്ക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ഇതെങ്ങനെയൊക്കെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ അത് ഓർത്ത് വയ്ക്കുക. കാര്യമായിട്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇതിൽ പോകേണ്ട കാര്യമില്ല, നമ്മൾ പ്രോബ്ലം ഒന്നും പഠിക്കണില്ല, എങ്ങനെ എന്തുകൊണ്ടെന്നുള്ളതൊന്നും മെറിറ്റ്സ് ഡിമെറിറ്റ്സ് ഒന്നും നമ്മളതിലേക്ക് പോകണില്ല. പകരം എന്താണെന്ന് റഫായിട്ടൊന്ന് മനസ്സിലാക്കി വയ്ക്കുകയാണ് വേണ്ടത്. ഇതിനടുത്തത് ലിമിറ്റേഷൻസ് ഓഫ് HRA ആണ്. എന്താ HRAയുടെ ലിമിറ്റേഷൻസ്? HRA എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റ് ഹ്യൂമൻ അസറ്റ്സ് എന്ന് പറയുന്നത് ബാക്കിയുള്ള അസറ്റ്സ് പോലെ വാല്യൂ ചെയ്യാൻ പറ്റിയ ഒന്നല്ല. ഓരോ മെത്തേഡും വ്യത്യാസമാണ്. അതിനൊരു ജനറലി അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു മെത്തേഡ് ഇല്ല. അതുപോലെ ഹ്യൂമൻ റിസോഴ്സസിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ, അതിനെ ഡാറ്റ റെക്കോർഡ് ചെയ്യാനായിട്ടുള്ള ഒരു കോഡിഫൈഡ് മെത്തേഡും ഇതിൽ പറയണില്ല. ദെൻ ടാക്സ് ലോസ്, ടാക്സ് നിയമങ്ങളൊന്നും ഹ്യൂമൻ റിസോഴ്സ് അക്കൗണ്ടിങ്ങിനെ പറ്റിയിട്ട് കൺസിഡർ ചെയ്തിട്ടില്ല. അതൊരു തിയററ്റിക്കൽ കോൺസെപ്റ്റായിട്ട് ഇപ്പോഴും ഒതുങ്ങി നിൽക്കുകയാണ്. അതിന് ഒരുപാട് ക്ലാരിഫിക്കേഷൻ ഉണ്ട്. ഇപ്പോൾ ഈ ക്ലാസ് പോലെ തന്നെ ഇനിയും ക്ലാരിഫിക്കേഷൻ വേണം ഈ ഹ്യൂമൻ റിസോഴ്സ് അക്കൗണ്ടിങ്ങിന്. ദെൻ ഫാക്ടേഴ്സ് അബ്സ്ട്രാക്റ്റ് ആണ്. ഹ്യൂമൻ റിസോഴ്സ് അക്കൗണ്ടിങ്ങിൻ്റെ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് അബ്സ്ട്രാക്റ്റ് ആണ്. അത് മോണിറ്ററി ടേംസിൽ മെഷർ ചെയ്യാൻ പറ്റാത്തതാണ്. ദെൻ അതുപോലെ തന്നെ ഈ ഹ്യൂമൻ റിസോഴ്സിനെ വേറൊരു അസറ്റ് പോലെ നിങ്ങൾക്ക് ബിസിനസ്സിൽ പിടിച്ച് വെക്കാൻ പറ്റില്ല. ഒരു ലാൻഡ് ആൻഡ് ബിൽഡിങ് പോലെ, ഒരു മെഷീനറി പോലെ വെക്കാൻ പറ്റിയ ഒരു അസറ്റല്ല ഹ്യൂമൻ റിസോഴ്സ്.
ഇതൊക്കെയാണ് ഇതിൻ്റെ ഹ്യൂമൻ റിസോഴ്സ് അക്കൗണ്ടിങ്ങിൻ്റെ ലിമിറ്റേഷൻസ് എന്ന് പറയുന്നത്. ദെൻ ഹ്യൂമൻ റിസോഴ്സ് അക്കൗണ്ടിങ് പ്രാക്ടീസസ്, ഇഷ്യൂസ് ആൻഡ് ഇന്ത്യൻ ഓർഗനൈസേഷൻ. ഒരു ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ എന്താണ് ഹ്യൂമൻ റിസോഴ്സ് അക്കൗണ്ടിങ്ങിനെ പറ്റിയിട്ട് എന്ന് വെച്ചാൽ, ഇന്ത്യയിൽ ഇതുവരെ അതൊരു സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ് ആയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടില്ല. അതാരും കമ്പൽഷനോടെ അല്ലെങ്കിൽ ഒരു കമ്പൽസറി ആയിട്ട് അത് അക്കൗണ്ട് ചെയ്യണമെന്നും പറഞ്ഞിട്ടില്ല. ഡീറ്റെയിൽസ് ഒന്നും പല ഓർഗനൈസേഷൻസും ഡിസ്ക്ലോസ് ചെയ്യുന്നില്ല ഈ ഹ്യൂമൻ റിസോഴ്സ് അക്കൗണ്ടിങ്ങിനെ പറ്റിയിട്ട്. വേറെ ഒരുപാട് കോസ്റ്റ് അല്ലെങ്കിൽ പല അസറ്റിനെ പറ്റിയിട്ടുള്ള അക്കൗണ്ടിങ്ങിനെ പറ്റിയിട്ടൊക്കെ നമ്മളുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ പറയുന്നുണ്ടെങ്കിലും ഹ്യൂമൻ റിസോഴ്സസിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ അതെങ്ങനെ മെഷർ ചെയ്യും, എങ്ങനെ റിപ്പോർട്ട് ചെയ്യുന്നൊന്നും നമ്മൾ ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് പറയുന്നില്ല. പിന്നെ കമ്പനീസ് ആക്ട് പറയുന്നുണ്ട് എംപ്ലോയീസിൻ്റെ റെമ്യൂണറേഷൻ 3 ലക്ഷത്തിൽ കൂടുതലുള്ള റെമ്യൂണറേഷൻ കൊടുക്കുന്ന എംപ്ലോയീസിൻ്റെ ഡീറ്റെയിൽസ് സൂക്ഷിക്കണം എന്ന് പറയുന്നുണ്ട്. അത്രയേ ഉള്ളൂ. ദെൻ ഇത്തരം എന്നിരുന്നാലും ഇങ്ങനത്തെ അക്കൗണ്ടിങ് ഇപ്പോഴത്തെ എക്സിസ്റ്റിംഗ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് മുഴുവനായും ഹ്യൂമൻ റിസോഴ്സ് അക്കൗണ്ടിങ്ങിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിനൊരു അസറ്റായിട്ട് തന്നെയാണ് കാണുന്നത്. പക്ഷേ ഹ്യൂമനെ എന്താ പറയുക, ഇഗ്നോർ ചെയ്യുന്നു. മനുഷ്യനെ അല്ലെങ്കിൽ ആ ഹ്യൂമൻ എലമെൻറ്റിനെ ഇഗ്നോർ ചെയ്യാണ്. ദെൻ ഇന്ത്യ പല സ്കോളേഴ്സ് ഇത്തരം എന്താ പറയുക ഹ്യൂമൻ റിസോഴ്സ് അക്കൗണ്ടിങ്ങിൻ്റെ ബെനിഫിറ്റ്സിനെ പറ്റിയിട്ട് പഠിക്കുന്നുണ്ട്. അത് ബെനിഫിഷ്യലാണെന്ന് തെളിയിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ദെൻ പ്രൊഫഷണൽ അല്ലെങ്കിൽ അക്കൗണ്ടിങ് ബോഡീസ് അല്ലെങ്കിൽ ഗവൺമെൻറ് ബോഡീസ് അതിന് സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. ദെൻ